സ്നേഹക്കൂട്, ഈ ഒരു പേര് പോലെ തന്നെ ഇവിടെ സ്വർഗ്ഗമാണ് കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ PR ആയിട്ടുള്ള ജാക്സൺ ചേട്ടനും അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളൊക്കെ കൂടി താമസിക്കുന്ന ഈ ഒരു വീട്ടിൽ ആരോരുമില്ലാത്തവരും അതുപോലെ തന്നെ മാനസികമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരൊക്കെ കൂടി താമസിക്കുന്ന ഒരിടം. പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, നൂറുൽ ഹയർ എന്നുള്ള. നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാർ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു സ്നേഹക്കൂട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നത് കണ്ണൂർ ജില്ലയിൽ ഏഴുമല എന്ന സ്ഥലത്താണ്. ഇവിടെ ഏകദേശം 19 ആൾക്കാരാണ് ഇവരുടെ കൂടെ താമസിക്കുന്നത്. അപ്പോൾ ഈ ജാക്സൺ ചേട്ടനും അതേപോലെ തന്നെ അവരുടെ വൈഫിൻ്റെയും ശമ്പളം കൊണ്ടാണ് കേട്ടോ ഇവർ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ജാക്സൺ ചേട്ടൻ പറഞ്ഞതൊക്കെ ഒന്ന് കേൾക്കാമല്ലേ. നമുക്ക് വലിയ സന്തോഷം ഉള്ള സാന്നിധ്യം തന്നെയാണ് നിങ്ങളുടേത്. എല്ലാവരും നമ്മുടെ തൊട്ടടുത്ത് പയ്യന്നൂർ തന്നെ ഉള്ളവരാണെന്നുള്ളത് അതിലേറെ സന്തോഷമുണ്ട്. ഞാനിപ്പോ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയില് ഇന്ന് 104 കോടി രൂപയുടെ വലിയ കെട്ടിടവും സൗകര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം അത് വരുമ്പോ അതിനകത്തൊക്കെ വാർഡുകൾ ക്രമീകരിക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ പണികളുണ്ട്. അപ്പം പയ്യന്നൂർ കോളേജിലെ NSSന്റെ കുട്ടികൾ അവരൊരു 10-40 ആൾ ഇന്ന് സഹായിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവരോടൊന്നിച്ച് തന്നെ കൂടി ഇപ്പൊ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ എന്നിട്ട് വേഗം ഇറങ്ങിയതാണ്. നിങ്ങൾ വരുമ്പോഴത്തേക്ക് എത്തണം എന്നുണ്ടായിരുന്നു. അപ്പോ നിങ്ങളെ കുറിച്ച് എന്തായാലും ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഞങ്ങളുടെ വീടാണ്. വീട് കുറച്ച് വലിയ വീടായി, സമതും ഒക്കെ വന്നു ചേർന്നുള്ള കുറച്ച് വലിയ വീടായിട്ട് ഒരു 2 വർഷം ആവുന്നു എന്ന് പറയുമ്പോ ഞാനും ഭാര്യയും അമ്മയും 2 മക്കളും നമുക്ക് മുന്നില്, അപ്പൊ നിനക്ക് മുന്നിൽ വന്നിട്ടുള്ള ഇത്തരം മനുഷ്യരിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളും ചുറ്റുമുള്ള മനുഷ്യരിൽ, അപ്പം നിങ്ങളും ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ദൈവസാന്നിധ്യം ദർശിക്കുന്നത് നിങ്ങളിലാണ്. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ തന്നെയാണ് ദൈവം ഉള്ളത്. അതിനും അപ്പുറത്തേക്ക് മറ്റ് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എന്തെങ്കിലും പ്രസക്തി ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അപ്പൊ ഇങ്ങനെ പാടിയും പറഞ്ഞും കഥകൾ പറഞ്ഞും വട്ടം കൂടി ഇരുന്ന് ഞങ്ങളിങ്ങനെ മെച്ചപ്പെട്ട മനുഷ്യരായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സമതേ? അപ്പൊ അങ്ങനെയാണ്. എന്നിട്ട് മതം ഏതെങ്കിലും വട്ടം എന്നതാണ്, അതാണ് പാടുക, ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ പരസ്പരം അവരോട് പറയാറ് ഈ മനോഹര തീരത്ത് തരുമോ ഇന്നൊരു ജന്മം കൂടി, എനിക്ക് നിന്നൊരു ജന്മം കൂടി. ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ മാനസപരസുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളമുണ്ടോ, ഇനിയൊരു ജന്മം കൂടി. ഇതിനെപ്പോലത്തെ ഒരു സഹോദരി എന്നോട് ചോദിക്കും, ഒരു ജന്മം ദൈവം ഒരാഴ്ച എന്തായാലും എന്തെന്ന് ഞാൻ പറയും. എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും കണ്ടാൽ പുഞ്ചിരിക്കാൻ മടിക്കരുത് കേട്ടോ. പേര്? എന്റെ പേര് ശ്യാമള. നല്ല പേരാണല്ലോ നമുക്ക് കേക്കാന്. നമ്മ ഇന്നലെ ഇവിടെ വന്നത് നിന്നെ കാണാത്ത കണ്ടുണ്ടോ, നിന്നെ കൈകൂപ്പുവാൻ, നിന്നെ തുതി പാടുവാൻ, എന്നെ കണ്ടാലെ വെറുക്കുന്നല്ലോ. കണ്ണാ കാർമുകിൽ വർണ്ണ, നിന്നെ കാണാത്ത കണ്ടുണ്ടോ, നിന്നെ
നിന്നെ കൈകൂപ്പുവാൻ നിന്നെ സ്തുതി പാടുവാൻ എന്നെ കണ്ടാല് വെറുക്കുന്നല്ലോ. കണ്ണം കാക്കാതെ പറഞ്ഞു ഇമേജ് കാക്കത്. നേരത്തെ പറഞ്ഞത് കണ്ണിന്റെ കാഴ്ചയാണ് അല്ലേ? കണ്ണ് കാണാതെ കുറെ വിഷമിച്ചു. ഇവിടെ വന്നതിന് പിന്നെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. ഏകദേശം കണ്ണ് കാണാൻ തുടങ്ങി. ഞാൻ പടി കുത്തി നടക്കലാണ്. അടിപൊളി പാട്ട് പാടി പാട്ട് വളാശ്ശേരി കൊടുവാശ്ശേരി വളാശ്ശേരി ശാലയ്ക്ക് കൊടുവാശ്ശേരി. ഉമ്മ നമുക്ക് കഴിയില്ല. വേറെ സ്ഥലത്തും ഉണ്ടാക്കി. പിന്നെ വേറെ ആരില്ലേ? സുഖമില്ലല്ലോ. ഒരനിയൻ ആരാ മൂത്തത്? ഞാനാ മൂത്തൻ. പാവയുടെ വീട് കഴിഞ്ഞ പാടി പാട്ട് പാട്ട് കഴിഞ്ഞു. അടിപാത്തിപ്പോ ഭർത്താവേ പള്ളിയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു കേൾക്കും. അത് കേൾക്കുമ്പോ അതിന്റെ ഒരു വരി കിട്ടി. പാമ്പ് ആട് പാമ്പ് അള്ളാഹുവിനെങ്കിൽ പോയി എല്ലാവരും എത്തിയില്ല. ലോക ജീവിതം മൈക്കടുത്ത് പിടി. എല്ലാ യുവശാലക്കാരും അരിവാളും ചുറ്റികയും നക്ഷത്രവുമാണ് അധ്വാനിവർഗത്തിനും പൊടിയുടെ അടയാളം. അണിചേർന്നു വോട്ടിറങ്ങൂ വിലയേറിയ വോട്ടെല്ലാം അരിവാളിൽ നൽകി. കേരള നാടിന്റെ ധീരത ചൂടിയ ചെങ്കതിരാണ് അരിക്കൂടൽ. ഇല്ല മരിക്കുകയില്ല നമ്മുടെ അരിക്കൂടൽ. സുദീപ് കുമാർ ദേവ്. को बना दे तो प्यार फिर जगा दे कसम ഉണ്ടാകുന്ന കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. പാട്ടറിയില്ല തോന്നുന്നു അല്ലേ? സ്നേഹമുള്ള ഫർഹാന നിനക്കൊപ്പം എത്ര ജോലി തെറ്റും നീ ജവാബ് തന്നീല. കൂടെ എനിക്ക് നിന്റെ കൽബ് തന്നീല. മനസ്സു നന്നാകട്ടെ മതമേതെങ്കിലുമാകട്ടെ. മാനവഹിത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ മതമേതെങ്കിലുമാകട്ടെ. മാനവഹിത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. രാമനിലേക്ക് പോണോ? അതാണോ? ഞാൻ കോഴിയുടെ പാട്ട് പാടി. കോഴിയുടെ പാട്ട്. കോഴിയുടെ വീട് എവിടെയാ? മൈക്കില് പറയേ. പാട്ടൊന്നും അറിയില്ല തോന്നുന്നു. പാട്ടറിയില്ലേ? മനസ്സ് വന്നാവട്ടെ പാട്ട് പാടി. പാട്. മൈക്കില് പാട്. മൈക്കില് പാടുക. മനസ്സ് മൈക്ക് പാടിക്കോ പിടിക്കും. പാട്ട് പാട്.
കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പൊന്നുകെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നെറുക്കിന് ചേർക്കണേ കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി കണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നെറുക്കിന് ചേർക്കണേ. ഞാൻ കേൾക്കുന്നു ഗാനം. देखो ना देखो तो जी घबराता है, देखो तुझको दिल को मेरे जीवन आता है, हर दम उठा लूटा ना अकेला. ഒരു പാട്ട് പാടേ. കളിവീട് ഉറങ്ങിയല്ലോ. ഒരു നോക്കു കാണുവാനും ആത്മാവ് തോന്നുന്നല്ലോ, തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ, തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ, അറിയില്ല നിങ്ങൾക്കെന്റെ അറിയാത്ത ജന്മദുഃഖം, അറിയില്ലല്ലോ കളിവാക്കുറങ്ങിയല്ലോ. മലയാള സിനിമയിലെ അത് മലയാള സിനിമയില് നസീറിന്റെ സമയത്ത് അമ്മക്കാരാണ്, കാളികളൊക്കെയാണ്. ഇവരാണ് എന്റെ മൂത്ത പുത്രി. കണ്ടിട്ടുണ്ട്. അടുത്ത മലയാള സിനിമയില് നടൻ ജയന്റെ സംഭാഷണം. അടുത്ത മലയാള സിനിമയില് ജയന്റെ സംഭാഷണം. അമ്മേ എന്നച്ഛനാര് ചോദിച്ചിട്ടില്ല, എന്നച്ഛനാരുണ്ട്. എന്നിട്ട് വേണം ആ കിടപ്പുറത്തേക്ക് എന്നോട് പറഞ്ഞു കൊടുക്കാൻ. ആദ്യമായി പിന്നെ മലയാള സിനിമയില് ജഗദീഷിനെ നോക്കാം. മലയാള സിനിമയില് ജഗദീഷ് സിനിമ അല്ല ജഗദീഷിനെ നോക്കാം. ഇല്ല സ്നേഹമില്ല, ഇല്ല എന്നോട് എനിക്കരുത്. അച്ഛനും സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് വരാൻ പറ്റില്ല. ഒരുപാട് കടം എത്തിക്കാനായി പറഞ്ഞാൽ ഒരുപാട് കടം ഇല്ല എന്നത് എനിക്കത്. ഒരുപാട് കടം ഇല്ലാതെ അത് നമ്മളെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. വെള്ളരിപ്രാവേ വായോ നീ എന്റെ മുറ്റത്ത്, മക്കത്തെ പള്ളി മിനാരത്തിൽ നിന്നും വന്നതാണോ നീ ദേശത്ത്, വന്നതാണോ നീ ദേശത്ത്. കടലും കാടന്ന് കൂകി പാറുന്ന വെള്ളരിത്താവേ കലിമ ചൊല്ല്, മക്കത്ത് നിന്നുള്ള പുന്നാര നൂറായ മൂത്ത് ഹമീദിൻ കഥകൾ ചൊല്ല്, മൂത്ത് ഹമീദിൻ കഥകൾ ചൊല്ല്. പിറന്നാളാണ്. ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പിറന്നാള് ഞാൻ ആഘോഷിക്കുന്നത്. ഇതുവരെ ആഘോഷിച്ച, പക്ഷെ അത് ഭയങ്കര സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ പറയാ. ഹാപ്പി ബർത്ത്ഡേ പറ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ പറ പ്രഭാരേട്ടാ. ദാമോട്ടാ ഒരു ആശംസ പറ പിറന്നാളിന്റെ. കൊല്ലം ഇങ്ങനെ കൊടുക്കാനുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.
നമ്മുടെ ഈ ഒരു സ്നേഹക്കുട്ടി ശരിക്കും ഒരു സ്വർഗം തന്നെയല്ലേ. ജാതിയും മതവും ഒന്നുമില്ലാണ്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത്, എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സമതും പ്രഭാകരേട്ടനും അതേപോലെ തന്നെ ആസാം സ്വദേശികളും എല്ലാവരും ഒന്നിച്ചിട്ട്. ഇതാണ് കേട്ടോ ജാക്സൺ ചേട്ടൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയും. ഇവരും എറണാകുളത്ത് നിന്ന് വന്നിട്ട് ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇവരുടെ കൂടെ നിന്നിട്ടുള്ള ആ ഒരു സമയങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു 3 മണിക്കാണ് കേട്ടോ ഇവിടെ എത്തിയത്. അതിന് ശേഷം നമ്മൾ വൈകിട്ട് ഒരു 5:30-6 മണിയാകുമ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ആ കുറച്ച് സമയം നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം കിട്ടിയിരുന്നു. പിന്നെ നിങ്ങളുടെ ബർത്ത്ഡേയും അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് സഹായിക്കണം എന്ന് ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന ഡീറ്റെയിൽ ഉണ്ട്, ഫോൺ നമ്പറും ഒക്കെ ഉണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇവരെ സഹായിക്കാനും പറ്റും. ആരോരുമില്ലാതെ കുറച്ച് ആൾക്കാരെ സഹായിച്ചു കഴിഞ്ഞാൽ അതിൽ വരും കൂലികൾ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മളിത് എല്ലാവരും തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ്